അപ്പൊ നമുക്ക് ഒരു നാടകം കണ്ടാലോ? അപ്പോ നമ്മുടെ ജോമോൻ സാറിന്റെ നേതൃത്വത്തില് ടീം ഹാഗിയോസ് അവതരിപ്പിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങളും എന്ന വിഷയത്തിലാണ് ഒരു പാവ നാടകമാണ് കേട്ടോ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാരും റെഡിയല്ലേ? കുറച്ചുകൂടെ എനർജി പറ. റെഡിയല്ലേ? റെഡ് അലർട്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന പാവനാടകം. ബഹുമാന്യരെ, സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, കേരള നിയമസഭ മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്ററും യൂണിസെഫുമായി ചേർന്ന് നടത്തിവരുന്ന കാലാവസ്ഥാ വ്യതിയാന സംബന്ധമായ പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ച് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റെഡ് അലർട്ട്. ശാസ്ത്രലോകത്തും ക്ലാസ് മുറികളിലും മാത്രം കേട്ട് പരിചയിച്ച ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വാക്കുകൾ പൊതുജനങ്ങൾക്ക് കൂടി ഇന്ന് സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മാനവരാശിക്കും ഭൂമിക്കും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് അനുഭവവേദ്യമായിട്ടും മലയാളികളായ നാം ഇപ്പോഴും കരുതുന്നത് ഇത് മറ്റെവിടെയോ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്നാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ ജൈവപ്രപഞ്ചത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള എണ്ണിയാലൊടുങ്ങാത്ത പ്രത്യാഘാതങ്ങളെയും ദുരന്തങ്ങളെയും കുറിച്ച് കുട്ടികളിലും ബഹുജനങ്ങളിലും ശരിയായ അവബോധം സൃഷ്ടിക്കുന്നതിനും ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള കർമ്മ പരിപാടികളിൽ പങ്കാളികളാകുന്നതിനും ഉദ്ദേശിച്ചുള്ള പരിശ്രമമാണ് ഈ നാടകം. നിർമ്മാണം കേരള നിയമസഭ മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്ററും യൂണിസെഫും. വിഷയവിദഗ്ധൻ ജോൺ ജോർജ്. നാടകരചന, ഗാനങ്ങൾ, സംവിധാനം അജി ശൂരനാട്. കോർഡിനേറ്റർ ജോമോൻ ഹാഗിയോസ്. അവതരണം ഹാഗിയോസ് കൊല്ലം. സാങ്കേതിക പ്രവർത്തകർ റെക്കോർഡിംഗ് അമ്മൂസ് അടൂർ. റെക്കോർഡിസ്റ്റ് മധു ശൂരനാട്. ശബ്ദമിശ്രണം സംഗീത് മധു. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ തീരത്ത് 2017 ആഞ്ഞു വീശിയ ഓഖി ദുരന്തത്തിന്റെ ഓർമ്മ ദിവസമായി ഇന്ന് കേരളത്തിൽ കാലാവസ്ഥാ കേന്ദ്രം പുതിയ മഴ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അടുത്ത 5 ദിവസം തുടർച്ചയായ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവഗണിക്കരുതെന്ന് സർക്കാർ. കേരളമേ ജാഗ്രത. മതി അമ്മൂമ്മേ, നമുക്ക് ഈ വാർത്ത അങ്ങ് നിർത്താം. മഴ പെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. ഇനി നമ്മൾ എല്ലാം വാരിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ പോകണമല്ലോ. അല്ലാതെ എന്ത് ചെയ്യാനാ? പണ്ടൊക്കെ മഴയെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹമായിരുന്നു. കുട്ടികൾ പിന്നെ മഴയത്താണ് കളി. കൃഷിക്കാർക്കാണെങ്കിൽ പിന്നെ ഉത്സവമാണ്. അതൊക്കെ പഴയ കാലം. എപ്പോൾ TV തുറന്നാലും ഒരാഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെയാണ്. സ്കൂളിൽ ചെന്നാലോ മാഷിമാരും പറയുന്നത് ഇതൊക്കെ തന്നെ. പറയുന്നതൊക്കെ അതേപോലെ സംഭവിക്കുകയാണല്ലോ. ഇതെല്ലാം മനുഷ്യന്മാര് വരുത്തി വെക്കുന്നതല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്തമ്മൂമ്മേ? ഈ ഭൂമിയിൽ ഇനി എത്രയോ ആൾക്കാർക്ക് ജീവിക്കേണ്ടതാണെന്നുള്ള എന്തെങ്കിലും വിചാരമുണ്ടോ മനുഷ്യർക്ക്? പാറ പൊട്ടിച്ചും മണ്ണെടുത്തും വെട്ടിക്കീറി ഭൂമിയെ നശിപ്പിക്കുകയല്ലേ? കുളമാണോ വയലാണോ വനമാണോ എന്നൊന്നും നോക്കാതെ കെട്ടിപ്പൊക്കുകയല്ലേ ഭൂമിക്ക് ഭാരമായി വലിയ കെട്ടിടങ്ങൾ. അയ്യോ, അതൊന്നും പാടില്ലേ മോളെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിക്കും ജീവനുണ്ട്. അതിനും നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയിലുള്ളതൊക്കെ അതേപടി നിലനിൽക്കണം. അതായത് നമുക്ക് ജീവിക്കാൻ കൈയും കാലും ജീവവായുവും ഒക്കെ ആവശ്യമുള്ളതുപോലെ. അമ്മൂമ്മയ്ക്ക് ഭൂമിയെ വലിയ ഇഷ്ടമാണല്ലേ? പിന്നെ മോളുടെ അപ്പൂപ്പൻ നല്ലൊരു കർഷകനായിരുന്നു. അപ്പൂപ്പൻ എപ്പോഴും പറയുമായിരുന്നു, ഭൂമിയെ നമ്മുടെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ നോക്കണം.
അപ്പൂപ്പൻ പാടുന്ന പാട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നു. അപ്പൂപ്പൻ പാടുന്നത് പോലെ നിന്റെ അച്ഛൻ അത് പാടും. രാമുവേ, ആ പാട്ടൊന്ന് പാടടാ, കൊച്ചൊന്നു കേൾക്കട്ടെ. മാനമിരുണ്ടു വരണേ, മഴക്കാറ് മുരുണ്ടു വരണേ, മാനം മഴക്കാറ് കൊണ്ടു നിറച്ചപ്പ നെഞ്ചില് കനവൊന്നു പെയ്തേ, എങ്ങടെ ഉള്ളില് കനവൊന്നു പെയ്തേ. വേഗം നടകാളെ, എങ്ങടെ പൂവാലിച്ചേലുള്ള കാളെ, മൂവന്തി ചോക്കണ നേരം വരും മുഴുതു മരിക്കട കാളെ. വേഗം നടകാളെ, എങ്ങടെ പൂവാലിച്ചേലുള്ള കാളെ, മൂവന്തി ചോക്കണ നേരം വരും മുഴുതു മരിക്കട കാളെ, ഉഴുതു മരിക്കട കാളെ. മാനോ ചതിക്കില്ല പൊന്നെ, എങ്ങളെ ഭൂമിയും ചതിക്കില്ല പൊന്നെ, കുട്ടിയോളെ നോക്കണ പോലെയായി എങ്ങൾ ഭൂമിയെ കാക്കണ ദൈവേ. കൊള്ളാം കൊള്ളാം, നല്ല പാട്ട്. അമ്മുമ്മ പറയുന്ന പണ്ടത്തെ കിളികളുടെയും മയിലുകളുടെയും മരങ്ങളുടെയും ഒക്കെ കഥകൾ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കൊന്ന് പറഞ്ഞു തരൂ അമ്മുമ്മേ? എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കിളികളും പുഴകളും കുന്നുകളും മരങ്ങളും അരുവികളും. ഓ, എന്തോ ഒരു മനോഹരമായ ഒരു കാലമായിരുന്നു അത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം ഒന്നൊന്നായി ഇല്ലാതെയായി. എനിക്ക് പ്രകൃതിയെ വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടം എന്നെ പഠിപ്പിച്ചത് ഈ മുത്തശ്ശിയ ഉമ്മ. ഒന്ന് പോടി കൊച്ചേ. പണ്ട് സ്കൂള് കഴിഞ്ഞ് പാടത്തിന് നടുവിലൂടെയുള്ള ചെറിയ തോട്ടുവരമ്പത്തു കൂടി നടന്നു വരും. പാടത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ്റെ ഓലത്തുമ്പിൽ കുരുവികൾ കൂടുകെട്ടി അതിനു ചുറ്റും കലപില പറഞ്ഞു നടക്കുന്നത് കാണാൻ നല്ല ചന്തമായിരുന്നു. പഴുത്തു നിൽക്കുന്ന നെൽച്ചെടി മുറിച്ച് പറക്കാൻ പച്ചത്തത്തകൾ നെൽച്ചെടിക്ക് മുകളിൽ വട്ടമിട്ട് പറക്കും. എന്ത് ചെയ്യാനാ, കാലാവസ്ഥയുടെ മാറ്റം എല്ലാം മാറ്റിമറിച്ചു. എനിക്ക് കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. നല്ല ഒന്നാന്തര പിടയ്ക്കുന്ന മീനുണ്ട്, നല്ല സീഡിയുണ്ട്, നല്ല ചൂടുണ്ട്. അത് കൊഞ്ചം കൊണ്ട് എടുത്തല്ല 5 കറി വെക്കാൻ പറ്റിയ സാധനം. ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വരീമാ. ബഷീറേ, വരുന്നേ, പോവല്ലേ? അയോ അയോ അയോ, ഒന്ന് വേഗം വന്നിട്ട്. നല്ല ഒന്നാന്തര സീഡിയുണ്ട്, ചൂരയുണ്ട്. എന്റെ കർത്താവേ, ഈ സീഡി ചൂരയൊക്കെ ഉള്ളോ? നല്ല നെയ്മത്തി ഉണ്ടെങ്കിൽ താ. മത്തിയ അതൊക്കെ പണ്ട്, ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ. നല്ല ഒന്നാന്തര ചൂര. ഇതൊന്നും എനിക്ക് വേണ്ട ഗ്രേസിയേ. നെത്തോലിയും മത്തിയും ഇപ്പോ കുറവാ. മത്തിയുടെ കാലമൊക്കെ പോയി. നമ്മുടെ കാലവും കാലാവസ്ഥയും ഒക്കെ മാറി മറിഞ്ഞില്ലേ ഗ്രേസി? മുമ്പുണ്ടായിരുന്ന പല മീനുകളും ഇപ്പോ കടലിന്റെ മറ്റിടങ്ങളിലാണ് കാണപ്പെടുന്നത്. സമുദ്രത്തിൽ ചൂട് കൂടുന്നത് കൊണ്ടാണത്രേ ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ മീനുകളെ ബാധിക്കുമോ? പിന്നല്ലാതെ. നമ്മളെ പോലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ഈ കാലാവസ്ഥയെ ഒക്കെ ആശ്രയിച്ചല്ലേ. ഈയൊക്കെ ആര് മനസ്സിലാക്കിനേ? പണ്ടുണ്ടായിരുന്ന മീനുകൾ വല്ല ഇപ്പൊ എന്താ? എന്താ റബ്ബേ, പണ്ടുണ്ടായിരുന്ന ചെടികളും കിളികളൊക്കെ കാണാൻ വല്ല കുയ്യായി ഇപ്പൊ അത് വല്ല ഇപ്പൊ ഉണ്ടാ? അത് ശരിയാണ്. പണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്രമാത്രം ദേശാടന പക്ഷികൾ വരുമായിരുന്നു. ഇപ്പോൾ പലതിനെയും കാണാനില്ല. അതാണ് പറഞ്ഞത്.
നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. പണ്ടുണ്ടായിരുന്ന പല ചെടികളും പക്ഷികളും ഇന്നുണ്ടോ? പാറുമ്മ പറഞ്ഞു ശരിയാണ്. പണ്ട് കുട്ടികള് ഓണത്തിന് പൂക്കളം ഇട്ടിരുന്നത് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ നിന്നിരുന്ന പൂക്കളായിരുന്നില്ലേ? അല്ല, ഇന്ന് പൂക്കളം ഉണ്ടാക്കാനേ ഇപ്പൊ എല്ലാരും പൂക്കടയിലേക്കല്ലേ പോനെ. അവിടെ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കളും പണ്ടത്തെ ഏതെങ്കിലും ഒരു പൂപ്പുണ്ടാ. പഠിച്ചോനെ, ഈ ഒരു വല്ലാത്ത കാലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതൊക്കെ എവിടെ പോയി? ഈ കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന കണ്ടോ? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലല്ലേ സാധാരണ പൂക്കാറ്. എന്നാൽ ഇപ്പോൾ ഡിസംബർ ആയതേ ഉള്ളൂ. കൃഷിയുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാ സംഭവിച്ചത്. അനക്ക് മീൻ മെനകച്ചേ എന്റെ പടത്തിനമ്പുരാനെ, ഈ ഒരു വല്ലാത്ത കാലം തന്നെ. നമ്മളേക്ക് പോയി കഴിഞ്ഞ പോന്നെ നമ്മള് പോയേക്കണേ. കുട്ടികളെ, എല്ലാവരും നിശബ്ദമായിരിക്കെ. നമസ്കാരം. എല്ലാവരും ഇരിക്കെ. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പ് തരുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ലാസ്സിലേക്ക് വിളിച്ചു വരുത്തിയത്. അയ്യോ, അതെന്താ മാഷേ? ആകാംക്ഷ പോലെ തന്നെയാണ് കാര്യങ്ങൾ. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. അടുത്ത 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന്. നാളെ കാലാവസ്ഥാ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ എന്നിങ്ങനെ പ്രതീക്ഷിക്കുന്ന മഴയുടെ തോതനുസരിച്ച് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പാണിത്. റെഡ് അലർട്ടാണ് ഏറ്റവും തീവ്രമായ മഴ പ്രതീക്ഷിക്കേണ്ട സമയം. അപ്പോൾ നമ്മുടെ സ്കൂൾ വീണ്ടും പൂട്ടി. പക്ഷേ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് സ്കൂളിൽ വന്നു കയറിയ പാമ്പും പഴുതാരയും ഒക്കെ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഏതായാലും നിന്റെ അത്രയും വിഷം അവറ്റകൾക്കുണ്ടാവില്ല, അല്ലേ മാഷേ? ഏതായാലും NSS വാളണ്ടിയർ കിരണിനി നല്ല പണിയുണ്ട്. ഇവൻ അങ്ങനെ തന്നെ വേണം മാഷേ. പ്രളയം വന്നാലും ഇവനൊരു പണി കിട്ടണം. കിരണിന് അതിൽ വിഷമമൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഒരിക്കലുമില്ല മാഷേ. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിനും ഏത് ദുരന്തമുഖത്തും സഹായത്തിന് ഞാൻ റെഡിയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. മാത്രമല്ല, ഞാൻ സിവിൽ ഡിഫൻസിലെ ഒരംഗം കൂടിയാണ്. മിടുക്കൻ. ഇവൻ പൊളിയാ അല്ലേ മാഷേ? സത്യത്തിൽ കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് എന്താ മാഷേ? ദിനം പ്രതി നമുക്ക് ലഭിക്കുന്ന മഴ, താപം, അന്തരീക്ഷമർദ്ദം, കാർമേഘം തുടങ്ങി നിരവധി ഘടകങ്ങളുടെ അവലോകനമാണ് ദിനാവസ്ഥ. ദിനാവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രതിഫലനമാണ് കാലാവസ്ഥ. ഈ കാലാവസ്ഥയുടെ ശരാശരി അവസ്ഥയിലോ സ്വഭാവത്തിലോ അനുഭവപ്പെടുന്ന ദീർഘകാലമായി നിലനിൽക്കുന്ന വ്യതിയാനമാണ് നാം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ മഴ പെയ്യുമെന്ന് സാധാരണ പറയാറില്ലേ? അതേപോലെ തന്നെ നമ്മുടെ മാർച്ച് പരീക്ഷ കഴിഞ്ഞ് നമ്മൾ വേനൽ അവധി എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഈ സമയങ്ങളിൽ കൃത്യമായി മഴയും വെയിലും കിട്ടുന്ന സമയങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ രീതിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു. ശാസ്ത്രലോകം പല സമയത്തായി നമ്മളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നു. 2017 കേരളത്തിൽ നാശം വിതച്ച ഓക്കി മുതൽ 2021 വരെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോഴും നമ്മെ വേട്ടയാടുന്നു. ദുരന്തത്തിൽ മണ്ണിനൊപ്പം ഒലിച്ചുപോയ മനുഷ്യരുടെ നിലവിളികൾ ഇപ്പോഴും മറക്കുവാൻ കഴിയുന്നില്ല. നമ്മുടെ കിരൺ നമ്മളെ ആകെ അത്ഭുതപ്പെടുത്തുകയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. നീ കിടുവാടാ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? നമ്മുടെ സർക്കാരും ശാസ്ത്രലോകവും പ്രകൃതിയും ഒക്കെ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും വേണ്ട ഗൗരവത്തോടെ കാണുന്നില്ല.
കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തങ്ങളിൽ ഒന്ന് മാത്രമാണ് പ്രകൃതി ദുരന്തങ്ങൾ. ജൈവ പ്രപഞ്ചത്തെ ആകമാനം അത് കീഴ്പ്പെടുത്തുന്നു. അയ്യോ, കാലാവസ്ഥാ വ്യതിയാനം അത്രയ്ക്ക് ഗുരുതരമാണോ മാഷെ? സത്യത്തിൽ ഇപ്പോഴും പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് കാര്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഭൂമിയിലുള്ള ഒന്നിനെയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിപത്തുകൾ വെറുതെ വിടില്ല അല്ലേ മാഷെ? ഇന്ന് ആഗോള താപനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നത്. ചൂടുകൂടുന്ന പ്രദേശത്ത് നിതാന്ത ഹിമമേഖലയിൽ മഞ്ഞുരുകുന്നു. ഇപ്പോൾ മഞ്ഞുരുകലിന്റെ വേഗത കൂടിയിരിക്കുന്നു. ചൂടുകൂടുന്ന ലോകത്ത് നമ്മുടെ ശരീരത്തിന്റെ ഉഷ്ണകവചം പ്രതിരോധത്തിന് പര്യാപ്തമല്ലാതാകുന്നു. നമ്മൾ കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധിക്ക് കീഴ്പ്പെടും. കാലാവസ്ഥാ വ്യതിയാനം വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും തിരിച്ചുവരവിന് കാരണമാകും. മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയും. കാർഷിക കലണ്ടറിന്റെ താളം തെറ്റുകയും ചെയ്യുന്നു. ഇത് ചെടികളുടെയും മരങ്ങളുടെയും പ്രജനനകാലത്തിൽ മാറ്റം വരുത്തുന്നു. പൂക്കുന്നതും കായ്ക്കുന്നതിൻ്റെയും സമയത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്നു. അന്തരീക്ഷത്തിന്റെ താപം കൂടുന്നു. ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷങ്ങൾ അനവധിയാണ്. ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ എന്തൊരു ചൂടാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതെ അതെ, കാലം തെറ്റിയ മഴ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? കിരണിനെല്ലാം അറിയാലോ മാഷെ. അങ്ങനെ വേണം കുട്ടികൾ. ശാസ്ത്രബോധം ഉള്ളവരായി വളരണം. അത് ശരിയാ മാഷെ. എന്നാലേ ഭാവിയിൽ നമുക്കും ഈ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ? അതെ അതെ, ശ്യാമിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, കൊടുങ്കാറ്റ്, കടൽക്ഷോഭം, പേമാരി, വർഷകാലത്തും വേനൽക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ, വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മഞ്ഞുവീഴ്ച തുടങ്ങി ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും കാണുന്ന ചെറുതും വലുതുമായ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഇതിന്റെ ഫലമാണ്. മാഷെ, 2023 ജനുവരി മാസത്തിൽ ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് ഗ്രാമം വിണ്ടുകീറിയതും ഗ്രാമം വിട്ട് മനുഷ്യർ പോകുന്നതും ഞാൻ TV-യിൽ കണ്ടിരുന്നു. ഞാനും കണ്ടു മാഷെ. ഭൗമ പ്രതിഭാസമല്ലേ? അതേപോലെ ഈ 2022 ഡിസംബർ അവസാന ആഴ്ചയിൽ അമേരിക്കയിൽ മഞ്ഞുമൂടി മനുഷ്യർ കാറിലും വീടുകളിലും തണുത്തുറഞ്ഞ് മരിച്ച വാർത്തയും ഉണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ആഗോളതാപനം മൂലമുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടാ മാഷെ? പരിസ്ഥിതി മലിനീകരണം അല്ല മാഷെ? കീർത്തിയും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഈ പ്രതിഭാസങ്ങളുടെ ഗതിവേഗം വർദ്ധിച്ചതിന് കാരണം അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ വർധനയാണ്. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടാതെ മീഥേൻ, നൈട്രേറ്റ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നു. മാഷെ, അതിന് ഈ വാതകങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണോ? ശ്യാമേ, ഇതെല്ലാം നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നതാണ്. അയ്യോ, അങ്ങനെയാണോ മാഷെ? നമ്മൾ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വാതകങ്ങളിൽ 77% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജൈവമാലിന്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് മീഥേൻ വാതകമാണ്. അമിതമായ രാസവളങ്ങളുടെ ഉപയോഗമാണ് നൈട്രേറ്റ് ഓക്സൈഡിന്റെ വർധനവിന് കാരണം. എല്ലാം തന്നെ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യർ വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാം അല്ലേ മാഷെ? തീർച്ചയായും. പക്ഷേ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ ഇതിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് ഈ മരം എന്ത് ചെയ്യാനാ? ശ്യാമേ, സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായി പ്രതിരോധിക്കാൻ കഴിയുന്നത് മരങ്ങൾക്കാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പരമാവധി വലിച്ചെടുക്കുന്നത് മരങ്ങളാണ്. ഒരു മരത്തിന്റെ ആയുസ്സിൽ 100 കണക്കിന് കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനെ അത് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുത്ത് മലിനീകരണം കുറയ്ക്കുന്നു. അയ്യോ, അപ്പോൾ മരങ്ങൾ ദൈവത്തിന് തുല്യരാണ് അല്ലേ മാഷെ? തീർച്ചയായും. മരം നശിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതോടൊപ്പം പരമാവധി മരങ്ങൾ നടുന്നത് ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ മരമാണ് പൊളി. കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് ബോറടിച്ചില്ലല്ലോ? ഒരിക്കലുമില്ല മാഷെ. ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയല്ലേ
അതെ, അതിന് നമ്മൾ ആദ്യം ഭൂമിയെ നിലനിർത്തണം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എൻ്റെ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരും പ്രകൃതി സ്നേഹികളും ആയല്ലോ. അത് മതി. തൽക്കാലം നമുക്ക് നിർത്താം. തുടർന്നുള്ള 5 ദിവസം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം. ഓ അമ്മേ, ഇവിടെ ആകെ പുകയാണല്ലോ. എന്താ ഇവിടെ? അമ്മേ, എന്താ ഈ ചെയ്യുന്നത്? പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അമ്മേ, വേഗം വാ. അച്ഛാ, നോക്കി നിൽക്കാതെ തീയും മറിച്ച്. മോനെ, എന്തായി കാണിക്കുന്നേ? തീ അണിക്കാതെ. അതൊക്കെ വേസ്റ്റ് കവറുകളല്ലേ മോനെ, അണക്കല്ലേ, അത് കത്തട്ടെ. അതല്ല, വേസ്റ്റ് കവറുകളാണ്. ഓ, ഇവൻ എന്തായി കാണിക്കുന്നത്? ഈ നാട്ടിൽ നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ അമ്മേ? ഇവൻ ആ സ്കൂളിലെ NSS ക്യാമ്പിന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ. അമ്മേ, ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കും. ഭൂമിയിൽ ചൂട് കൂടുന്നതിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത്. അതാണ് അടിക്കടി ഉണ്ടാവുന്ന ഈ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. അതിന് ചൂട് കൂടാൻ ഞങ്ങൾ എന്ത് ചെയ്തു മോനെ? അമ്മേ, നിങ്ങളിപ്പോൾ കത്തിച്ച ഈ പ്ലാസ്റ്റിക് ഇല്ലേ, ഇത് കത്തിക്കുമ്പോഴുള്ള കറുത്ത പുകയാണ് കാർബൺ മോണോക്സൈഡ്. പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മാലിന്യം അഴുകുമ്പോൾ പുറത്തു വരുന്നത് മീഥേൻ വാതകമാണ്. ഈ വാതകങ്ങളാണ് ആഗോളതാപനത്തിനും അതുവഴി കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും കാരണം. അയ്യോ മോനെ. മോനെ, അപ്പൊ ഞങ്ങൾ ചെയ്തത് ശരിയല്ല അല്ലേ? അച്ഛാ, നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ഈ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാ മോനെ? ജൈവമാലിന്യം വളരെ ലളിതമായി കമ്പോസ്റ്റ് വളമാക്കി നമുക്ക് ചെടികൾക്കിടാം. അത് കൊള്ളാം. ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള അറിയിപ്പ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ കേന്ദ്രം ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സർക്കാർ നൽകുന്ന മുൻകരുതലുകളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് അറിയിക്കുന്നു. നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവരും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് അറിയിക്കുന്നു. കേട്ടില്ലേ? നിങ്ങൾ ജാഗ്രതയോടിരിക്കണം. ഞങ്ങൾ സ്കൂളിൽ നിന്നുള്ള NSS വോളണ്ടിയേഴ്സിന് വീടുകൾ കയറി ദുരന്ത മുന്നറിയിപ്പും മുൻകരുതലുകളും നൽകേണ്ടതുണ്ട്. നിങ്ങൾ തയ്യാറായിരിക്കണേ. ഓ, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മോനെ. അച്ഛൻ ജനിച്ചു വളർന്ന നാടല്ലേ. ഇവിടെ ഇതുപോലെ ഒരു ചെറിയ കാറ്റ് പോലും അടിച്ചിട്ടില്ല. ശരിയായിരിക്കാം അച്ഛാ, പക്ഷെ നമ്മൾ കരുതിയിരിക്കണം. മുന്നറിയിപ്പുകൾ ഒരിക്കലും അവഗണിക്കരുത്. ശരി മോനെ, പോയിട്ട് വാ. ഹായ് ചേട്ടാ. ആ ആമി മോളെ, എന്റെ ചക്കര കുട്ടി, നീ എമർജൻസി കിറ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? പിന്നെ അത് പറയണോ? നീ മിടുക്കിയല്ലേ? എങ്കിൽ ശരി, കിറ്റിൽ വേണ്ടത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ, ചേട്ടനൊന്ന് നോക്കട്ടെ. ഓ, ദാ പിടിച്ചോ. ഒരാൾക്ക് ചുരുങ്ങിയത് 1 ലിറ്റർ കുടിവെള്ളം, 2 ലഘുഭക്ഷണം, ബിസ്ക്കറ്റ് പോലെ പെട്ടെന്ന് കേടാവാത്തത്, 3 ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അതായത് സ്ഥിരം ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നവർ ആ മരുന്നുകൾ, 4 വിലയേറിയ രേഖകൾ, ലൈസൻസ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, സർട്ടിഫിക്കറ്റുകൾ, 5 മുന്നറിയിപ്പുകൾ കേൾക്കുവാനുള്ള റേഡിയോ, 6 വ്യക്തി ശുചിത്വത്തിനുള്ള വസ്തുക്കൾ, ടൂത്ത് പേസ്റ്റ്, സാനിറ്ററി പാഡുകൾ, ടിഷ്യൂ പേപ്പർ എന്നിവ, 7 പ്രവർത്തന സജ്ജമായ ടോർച്ചും ബാറ്ററിയും, 8 ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ അവരുടെ സഹായ ഉപകരണങ്ങൾ, 9 വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമ്പോൾ വെളിച്ചത്തിനായി തീപ്പെട്ടി, മെഴുകുതിരി, 10 രക്ഷാപ്രവർത്തകരെ ആകർഷിക്കുന്നതിന് വിസിൽ, 11 ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ കത്തിയോ ബ്ലേഡോ, 12 ഒരു ജോഡി വസ്ത്രം, 13 ആവശ്യത്തിനുള്ള പണം, 14 മൊബൈൽ ഫോൺ, ചാർജർ, പവർ ബാങ്ക്. എങ്ങനെയുണ്ട്? ഹോ, സമ്മതിച്ചു. എങ്കിൽ ചേട്ടൻ പോയിട്ട് വരട്ടെ. എല്ലാവരും സൂക്ഷിച്ചിരിക്കണം. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് നിർദ്ദേശം വന്നാൽ ഉടൻ മാറണം.
എല്ലാം ഈ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ ധൈര്യമായി പോ. ശരി, എനിക്ക് എന്റെ അനിയത്തിക്കുട്ടിയെ വിശ്വാസമല്ലേ. നല്ല മഴക്കോളുണ്ടല്ലോ. എന്തൊരു കാറ്റാണിത്. ഭാസ്കര, വേലായുധ, പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എത്രയും വേഗം അകത്തേക്ക് കയറാൻ പറ. ശരിയാണ്, നല്ല കാറ്റുണ്ട്. ഈയിടെയായി കേരളത്തിൽ കാറ്റിന്റെ ശക്തി വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. എല്ലാരും സൂക്ഷിക്കണം. ആ പുറത്തേക്കുന്നവരെല്ലാം അകത്തേക്ക് കയറി വരണേ. വേഗം വേണം, പെട്ടെന്ന്. അയ്യോ, ആ വലിയ മരം ഒടിഞ്ഞതാ നമ്മുടെ ക്യാൻറ്റീനെ പുറത്ത് വീണേ. അയ്യോ, ആ വലിയ മരം ഒടിഞ്ഞതാ നമ്മുടെ ക്യാൻറ്റീനെ പുറത്ത് വീണേ. പ്രായമുള്ള ആൾക്കാർ ആരൊക്കെ അതിനകത്തുണ്ട്? ഓടി ഓടിവാ. കുടിക്കട്ടുണ്ടെന്നാ തോന്നുന്നേ. നാരായണേട്ടാ, പെട്ടെന്ന് ജില്ലാ ദുരന്ത നിവാരണ കൺട്രോൾ റൂമിലേക്ക് വിളിക്കേ. അവരുടെ നമ്പർ ആർക്കെങ്കിലും അറിയാവോ? 1077 വിളിക്കേ. വേഗം വേഗം വിളിക്കേ. ആ ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. എല്ലാവരും സൂക്ഷിച്ചു നിൽക്കണം. എല്ലാവരും ഓടിവാ. നമ്മുടെ ക്യാൻറ്റീന്റെ പുറത്ത് വീണു. ഓടിവാ ഓടിവാ. ഹലോ ഹലോ, സാറേ 1077 തന്നെയോ? ആ സാറേ, കോളേജ് റോഡിന് സമീപത്തെ സാന്ത്വനം വൃദ്ധസദനത്തിൽ നിന്നാ. ഹലോ, എന്താണ് എന്താണ് പ്രശ്നം? അല്ല, ഇപ്പോഴുണ്ടായ ശക്തമായ കാറ്റില് ഒരു വലിയ മരം ഒടിഞ്ഞ് ക്യാൻറ്റീന്റെ മുകളിൽ വീണു. അതെയോ? ആരെങ്കിലും അതിനകത്തുണ്ടോ? ആ 1-2 പേര് അതിൽ കുടുങ്ങി കിടപ്പുണ്ട്. ശരി, നിങ്ങൾ ആദ്യം തന്നെ സുരക്ഷിതരായിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിടാം. സാറേ, പ്രായമുള്ളവരും ഭിന്നശേഷിക്കാരുമായ കുറച്ചുപേരും ഇവിടെ താമസിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വന്നാൽ കൊള്ളായിരുന്നു. പെട്ടെന്ന് വരൂ. എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്കുക. ക്യാൻറ്റീനകത്ത് കിടക്കുന്നവരെ ഒന്ന് രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളൊന്ന് മാറി നിൽക്കൂ, മാറി നിൽക്കൂ. അങ്കിള്, ഫയർഫോഴ്സ് വണ്ടി പുറത്തേക്ക് പോകുന്ന കണ്ടല്ലോ. ഇവിടെ എന്താണ് പ്രശ്നം? അല്ല, ആരാ ഇത്? കിരണോ? ഹോ, എന്റെ പൊന്നു മോനെ, ഒന്നും പറയണ്ടടാ. ഒരു മരം മുറിഞ്ഞ് നമ്മുടെ ക്യാൻറ്റീന്റെ മുകളിൽ വീണതായിരുന്നു. ഉടൻ തന്നെ 1077 നമ്പറിൽ വിളിച്ചു. ഫയർഫോഴ്സ് എത്തി എല്ലാം ശരിയാക്കി. ഏതായാലും മോൻ തന്ന ആ നമ്പർ സൂക്ഷിച്ചു വെച്ചത് വലിയ ഉപകാരമായി. എവിടെ നിന്ന് വിളിച്ചാലും അതാത് ജില്ലയിലെ ദുരന്ത നിവാരണ സംഘത്തിന്റെ വേഗത്തിലുള്ള സേവനം ലഭിക്കും എന്നതാണ് ഈ നമ്പറിന്റെ പ്രത്യേകത. അതല്ലെങ്കിൽ 112, അതായത് 112 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ചാലും മതിയാകും. ഓ ശരി ശരി, 1077 112 ഈ 2 നമ്പരും ഇനി ജീവിതകാലത്ത് ഞാൻ മറക്കത്തില്ല. ഈശ്വര, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. കാലം തെറ്റിയ മഴ ഒരു ദുശകുനമാണ്. പേടിക്കണ്ടെങ്കിലേ, ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? എല്ലാവരും അവിടെ എമർജൻസി കിറ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. മോൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയതിനു ശേഷം എല്ലാവരും നല്ല ഉഷാറില്ല. അതേതായാലും നന്നായി. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഭിന്നശേഷിക്കാർ, വയോധികർ, കുട്ടികൾ, സ്ത്രീകൾ എന്നിവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ജാഗ്രത പാലിക്കണം. ഈ വിളിക്കുന്നത് സുരക്ഷാ ചുമതലയുള്ള CI സാറാണല്ലോ. അങ്കിളെ, ഞാൻ ഈ ഫോണൊന്ന് എടുത്തോട്ടെ. ഹലോ ഹലോ, അതെ കിരണാണ്. സാറേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. പ്ലീസ്, നിങ്ങൾ വേഗം വാഹനത്തിൽ കയറൂ. സാറേ, ധൈര്യമായിട്ട് പോയിക്കോ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അങ്ങനെ സമയം കളയാനില്ല. സഹായത്തിനായി കാത്തു നിൽക്കുന്നവരുടെ സമയമാണ് നിങ്ങൾ കളയുന്നത്. പ്ലീസ് പ്ലീസ് കയറൂ. അച്ഛാ, നിങ്ങൾ പോലീസുകാർ പറയുന്നത് കേൾക്കൂ. ഒന്ന് പെട്ടെന്ന് പോ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. അച്ഛാ, ദയവ് ചെയ്ത് പെട്ടെന്ന് അവരുടെ കൂടെ പോകൂ. പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമയം കളയുന്നത്. അച്ഛാ, വേഗം പോ. എങ്ങനെയാ മോനെ നമ്മുടെ ഈ വീടും കന്നാലികളൊക്കെ കളഞ്ഞിട്ട് പോകുന്നത്? അത് പറ്റത്തില്ല. എന്തായാലും മോനിഞ്ഞു വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. കിരൺ, ഞങ്ങൾ പോവുകയാണ്. ഇനി നമുക്ക് സമയം കളയാനില്ല. സോറി സാറേ, പ്ലീസ്. ഇല്ല ഇല്ല സാറേ, പ്ലീസ്. ഇല്ല കിരൺ, പറ്റില്ല, സമയമില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യാനാ? വീട്ടിൽ നിന്നാണോ മോനെ? അതെ അങ്കിള്,
എന്റെ വീട് തീവ്ര ദുരന്ത മേഖലയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അച്ഛൻ അവിടുന്ന് പോകാൻ തയ്യാറാവുന്നില്ല. മോൻ വിഷമിക്കേണ്ട, വീട്ടിലോട്ട് ചെല്ല്. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. മോൻ ധൈര്യമായിട്ട് ചെല്ല്. ശരി അങ്കിളെ. എന്ത് ഇടിയും മഴയായിരുന്നു. ദൈവമേ കാത്തോളണേ. അച്ഛ എനിക്ക് പേടിയാവുന്നു അച്ഛ. മോളിക്ക് വാ, എന്റെ മോള് പേടിക്കണ്ട. അച്ഛൻ്റെ അടുത്തിരിക്കും, ഒന്നും സംഭവിക്കത്തില്ല, പേടിക്കണ്ട കേട്ടോ. കിരണമോ പറഞ്ഞപ്പോ അങ്ങ് പോയാ മതിയായിരുന്നു. ഈശ്വരാ രക്ഷിക്കണേ. അമ്മേ, അച്ഛ, നമുക്ക് ചെന്നിട്ട് പോകാം. പൊന്നുമോള് കരയല്ലേ, വാ നമുക്ക് അച്ഛന്റെ അടുത്ത്. കിരണിന്റെ വീട് മാത്രമാണ് ഇനി ഒഴിപ്പിക്കാനുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ആരും അങ്ങോട്ട് പോകരുത്. ഏത് സമയത്തും വീട് ഇടിഞ്ഞേക്കാം. എന്നെ ഒന്ന് വീട് സാറേ, പ്ലീസ്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് പോകട്ടെ. കിരണേ, പ്ലീസ് പ്ലീസ് അങ്ങോട്ട് പോകരുത്, അപകടമാണ്. കിരൺ പ്ലീസ്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ, ആരെങ്കിലും രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എല്ലാവരും സൂക്ഷിച്ചു നിൽക്കുക, ഉരുൾപൊട്ടി വരുന്നുണ്ട്, മണ്ണൊലിച്ചു വരുന്നുണ്ട്. വേഗം പെട്ടെന്ന് അമ്മേ, നിങ്ങൾ ആ കയറിലേക്ക് പിടിക്കും മോളെ, കയറിലേക്ക് പിടിക്കൂ. ആ അങ്ങനെ അങ്ങനെ നിങ്ങളെ കയറിലേക്ക് പിടിക്കും മോളെ. ആ കയറിലേക്ക് പിടിക്കൂ. ആ അങ്ങനെ. ഇനി അമ്മൂമ്മയെ താങ്ങിക്കോ. കിരണിന്റെ കുടുംബത്തെ നമ്മൾ രക്ഷപ്പെടുത്തി. അച്ഛനോട് ക്ഷമിക്കണം. ഇങ്ങനൊന്നും സംഭവിക്കുന്ന അച്ഛൻ വിചാരിച്ചിട്ടാ മക്കളെ. ചേട്ടാ, ഞാൻ പേടിച്ചു പോയി. ആമി മോളെ കരയാതെ. മോനെ, നമ്മുടെ വീടെല്ലാം പോയല്ലോടാ. എന്റെ മോൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. ആമി മോളെ, അച്ഛാ, അമ്മേ, എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടല്ലോ. മക്കളെ, നമ്മളെ രക്ഷപ്പെട്ടടാ. എന്റെ മോൻ പറഞ്ഞതൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞു. അതിന്റെ ഫലമായി ഇതൊക്കെ. നോക്കടാ, നമ്മുടെ മുഴുവൻ അധ്വാനം ഒലിച്ചുപോയി. ഇനി നിങ്ങൾക്ക് ഒരു പിടി മണ്ണ് പോലും അച്ഛന്റെ കയ്യിലില്ല. ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ, അതാണ് മുഖ്യം. അത് നമ്മൾ തിരിച്ചു പിടിച്ചു. നഷ്ടപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. സാറേ, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇനി പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നും ഈ ഭൂമിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും, അല്ലേ മക്കളെ? ഇന്നു മുതൽ ഒരു പരിസ്ഥിതി സൗഹൃദ കുടുംബമായിരിക്കും ഇനി ഞങ്ങളുടേത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, പക്ഷേ നമ്മുടെ ആർത്തിക്കുള്ളത് ഈ ഭൂമിയിൽ ഇല്ല എന്ന്. എല്ലാം ആവശ്യത്തിന് മതിയെന്ന് നമ്മൾ തീരുമാനിക്കുക. പരിസ്ഥിതിയെ സ്നേഹിക്കാൻ പഠിക്കുക. കാലാവസ്ഥാ വ്യതിയാനം, ഭൂമിയുടെ ഉപരിതല താപവർധന, സസ്യരോഗങ്ങൾ, കീടങ്ങളുടെ വളർച്ച, വൈറസുകളുടെയും ഫംഗസുകളുടെയും വളർച്ച, ഭക്ഷ്യദൗർലഭ്യം, പകർച്ചവ്യാധികൾ, വരൾച്ച, കുടിവെള്ള ദൗർലഭ്യം തുടങ്ങി ഭൂമിക്കും മനുഷ്യരാശിക്കും വരുത്താവുന്ന വിപത്തുകൾ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണെന്ന് എല്ലാവരും ഓർത്തിരിക്കുക. പ്രകൃതി ദുരന്തങ്ങളെ പൂർണ്ണമായും തടയുക അസാധ്യമാണെങ്കിലും ദുരന്തം മൂലമുണ്ടാകുന്ന ജീവഹാനി ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളുടെ തോത് കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാണ് സർക്കാരും യുനിസെഫ് പോലെയുള്ള ഏജൻസികളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവഗണിക്കാതിരിക്കുക. ഈ ഭൂമി ഇനി ജനിക്കാനിരിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ് എന്ന ചിന്ത നമുക്ക് വളർത്തിയെടുക്കാം. മാനമിരുണ്ടു വരണേ, മഴക്കാറുമുരുണ്ടു വരണേ,
വാനം മഴക്കാറു കൊണ്ടു നിറച്ചപ്പം നെഞ്ചില് കനവൊന്നു പെയ്തേ എങ്ങടെ ഉള്ളില് കനവൊന്നു പെയ്തേ വേഗം നട കാളെ. ശബ്ദം നൽകിയവർ ശ്രാവണ മനോജ്, സൂര്യനാട് സുവർണൻ, TR ബിജു, അനിൽ സൂര്യനാട്, സുനിൽ വിശ്വം, മിനി മധു, അമ്പിളി സുരേഷ് ബാബു, അഭിഷേക്, ശിവദത്ത്, മനോജ്, മധുശ്രീ, സാഹിത്യ മധു.